നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കൃഷിദർശനിൽ ചർച്ച ചെയ്യുന്നത് വിഷരഹിത കാർഷിക ഉൽപ്പാദനവും വിപണനവും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നും നമ്മൾക്ക് കൃഷിയെക്കുറിച്ച് സമഗ്രമായ ശാസ്ത്രീയമായി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ ആർ ഹേലി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ തോമസ് ബിജു മാത്യു. ഇരുവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഇലവർഗ്ഗങ്ങളിലല്ലേ കൂടുതലായിട്ട് പിന്നെ വിഷാംശം കലർന്നിരിക്കുന്നത് അല്ലേ? അതൊക്കെ എല്ലാ ഇലവർഗ്ഗങ്ങൾ ഇതിലുണ്ട്. ഇതുവരെയുള്ള ഞങ്ങളുടെ കണ്ടെത്തൽ ആദ്യം പറഞ്ഞല്ലോ, ഈ സ്പൈസസ്, ലീഫി സ്പൈസസ്, അത് കറിവേപ്പില, പുതിനയില, മല്ലിയില, ഇത് മൂന്നും വരുന്നത് അന്യസംസ്ഥാനത്തു നിന്നുമാണ്. ഇതിൻ്റെ കൃഷിയിൽ കീടനാശിനി ഒരു അവിഭാജ്യ ഘടകമാണ്. അത് മാത്രമല്ല, വളരെ ഒട്ടും അതിൻ്റെ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിലും തോതിലും ഒന്നുമല്ല. കേരളത്തിൽ നിരോധിച്ച കീടനാശിനികൾ തന്നെയാണ് അവയിൽ കണ്ടെത്തിയത്. അങ്ങനെ എന്നാലും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വീടുകളിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് പരിഹാരമുണ്ട്? ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് വിഷാംശം കലർന്നുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഇതിനെ പാകപ്പെടുത്തിയെടുക്കാം? ഉപഭോക്താവിൻ്റെ തലത്തിൽ എന്ത് ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഞങ്ങൾ കുറച്ച് പഠനം നടത്തി. ഞങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനികൾ, MSc PhD ഗവേഷകരുടെ അവരുടെ ശ്രമഫലമായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാവുന്ന, നമ്മൾ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഉപ്പ്, വിനാഗിരി, പിന്നെ ബേക്കിംഗ് സോഡ, അതേപോലെയുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന പുളി, പലതരത്തിലുള്ള പുളി, തൊട്ടുപുളി, വാളൻപുളി, ഇതെല്ലാം പരിശോധിച്ചപ്പോൾ പണ്ട് മുതൽ നമ്മൾ ഉപ്പുവെള്ളത്തിൽ കഴുകുന്ന ഒരു ശീലമുണ്ട്. എന്നാൽ ഉപ്പിനേക്കാളിൽ വളരെ ഫലപ്രദമായിട്ട് കണ്ടത് വിനാഗിരി, 2% വീര്യമുള്ള വിനാഗിരി, അതായത് 20 മില്ലി വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അല്ലെങ്കിൽ 20 ഗ്രാം വാളൻപുളി 1 ലിറ്റർ വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ സത്തെടുക്കുക. ഈ 1 ലിറ്റർ വാളൻപുളിയോ വിനാഗിരി അടക്കിയ ലായനിയിൽ ഈ കറിവേപ്പിലയോ പച്ചമുളക്, പുതിന ഇല, മല്ലിയില തുടങ്ങിയവ ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ച ശേഷം 2-3 പ്രാവശ്യം കഴുകിയാൽ ഏതാണ്ട് 80% അതിൽ തങ്ങി നിന്ന വിഷം മാറ്റാൻ സാധിക്കുമെന്നുള്ളത്. 80-90. പിന്നെ നമ്മൾ ഈ കീടനാശിനിയുടെ കാര്യം, കീടനാശിനി പരത്തുന്ന വിഷത്തിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ വളരെയധികം ഏജൻസികൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടനാട്ടിൽ വൈക്കോൽ ആരും വാങ്ങില്ല പണ്ട്, കാരണം അത്രയേറെ കീടനാശിനി തെളിക്കുന്നു കുട്ടനാട്ടിൽ വൈക്കോൽ. അപ്പോൾ അവിടെ പരീക്ഷണം നടത്തിയപ്പോൾ കണ്ടത്, ആ കീടനാശിനി തെളിച്ച വൈക്കോൽ പശുവിന് കൊടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന പാല് കഴിക്കുന്ന സ്ത്രീയുടെ മുലപ്പാലിൽ ഇതിൻ്റെ അംശം കണ്ടു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന അന്നത്തെ ഒരു വാർത്ത. അപ്പോൾ ഇതാണ് ഈ കീടനാശിനിയുടെ ശക്തി. അപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞ കണക്ക് പുല്ലിൻ്റെ കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞ വൈക്കോലിൻ്റെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈക്കോലില്ലാതെ നമ്മളെ പശുക്കിനെ വളർത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ കീടനാശിനിയുടെ ഉപഭോഗം കുറയ്ക്കുക എന്ന് പറയുന്നതിന് നമ്മളിങ്ങനെ കൊച്ചു പഠനങ്ങളെല്ലാം നമുക്ക് ഗവേഷണപരമായി നമുക്കതിൻ്റെ പ്രസക്തി വരുമെങ്കിലും അതൊരു മഹാപ്രസ്ഥാനമായി ജനങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുന്നതിന് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്നു, കീടനാശിനി ഉപയോഗിക്കുന്ന പഴങ്ങളുടെ കാര്യം, പച്ചക്കറിയുടെ കാര്യം, നമ്മളെ എല്ലാം കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ കറിവേപ്പിലയിലൊക്കെയാണ് ഇത് കൂടുതൽ കാണുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ട ആഹാരം കഴിച്ച ആളുകൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സൂക്കേട് എന്നുള്ളതിനെക്കുറിച്ച് ഡാറ്റാസ് നമ്മളില്ല. നമ്മൾ ഈ കാര്യങ്ങൾ അപ്പം ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരുപാട് കേന്ദ്രങ്ങളുണ്ടാകണം, മാതൃകാ കേന്ദ്രങ്ങളുണ്ടാകണം, സർട്ടിഫിക്കേഷൻ മാതൃകാ കേന്ദ്രങ്ങളുണ്ടാകണം. സർവോപരി വിശ്വാസമുള്ള സർട്ടിഫൈ ചെയ്ത കീടനാശിനികൾ ഉപയോഗിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വിഷവിമുക്തമായ ആഹാരപദാർത്ഥങ്ങൾ, പച്ചക്കറിയും വിൽക്കുന്ന കേന്ദ്രങ്ങളുണ്ടാകണം. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡോക്ടർ, ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഡോക്ടർക്ക് വിഷമം തോന്നുന്നില്ല. കേരളത്തിൽ നമുക്ക് ഒരുപാട് ഗവൺമെൻറ് ഫാംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഫാംസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫാം സമ്പൂർണ്ണമായി ജൈവമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? അവിടെ തുടങ്ങണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നത്, 12.5 ലക്ഷം കൃഷിക്കാരുണ്ട്. നമ്മൾ 20-22 കൃഷിക്കാരെ ഇതുവരെ ഇത് കണ്ടിട്ടുള്ളൂ.
ആ 12 ലക്ഷത്തെ ഞാൻ 12 ലക്ഷമോ 15 ലക്ഷമോ അത് കൃഷി വകുപ്പിലൂടെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഫാർമേഴ്സാണ്. പിന്നെ പ്ലാന്റേഴ്സ് കിടക്കുന്നു, ടീ, കോഫി, കാടം ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കേരളം മുഴുവൻ ഒരു ജൈവകൃഷി സ്റ്റേറ്റ് ആക്കുക എന്നുള്ള ഒരു മോഹനമായ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഗഹനവും വിപുലവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇതിൻ്റെ പേരിൽ നമ്മൾ അത്യധ്വാനം വേണ്ടി വരും. അപ്പം അതിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ ലാബറട്ടറിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വളരെ സഹായിക്കും. നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റ് നോഡ്യൂൾസ്, പക്ഷേ പ്രസ്ഥാനമായിട്ട് തന്നെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ഇപ്പം ശ്രീ ബിജു മാത്യു പറയുകയുണ്ടായി, ഇപ്പോൾ ഇലവർഗ്ഗങ്ങളിലുള്ള വിഷാംശത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. പഴയ കാലങ്ങളിലൊക്കെ തന്നെ പറയുന്നത് ഈ ഇലവർഗ്ഗങ്ങളൊന്നും അധികം അങ്ങോട്ട് പാകം ചെയ്യരുത്, അല്ലാതെ തന്നെ കഴിക്കണം. പാകം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻ നഷ്ടപ്പെടുമെന്നല്ലേ ഇപ്പോൾ പറയുന്നത്? എത്രത്തോളം പാകം ചെയ്യാമോ അത്രത്തോളം പാകം ചെയ്ത് കഴിക്കണം എന്നല്ലേ പറയുന്നത്? അപ്പോൾ അതിൻ്റെ വൈറ്റമിൻ നഷ്ടപ്പെടത്തില്ലേ? അല്ല, അതിൽ അങ്ങ് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മോരിൽ ഇട്ട് അരച്ചാണ് അല്ലേ കരിവേപ്പില, അങ്ങനെ കഴിച്ചാൽ ഒരുപാട് ഒരു വളരെയേറെ അസുഖങ്ങൾക്ക് അത് ആശ്വാസം തരുമെന്നുള്ളത് നമ്മൾ പഴയ വൈദ്യന്മാർ പറയുമായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അതിന് വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതനുസരിച്ചാണെങ്കിൽ നമുക്കിനി കറിവേപ്പില തൊടാൻ പറ്റില്ല അല്ലേ? ഞാൻ പറയുന്നത് അങ്ങ് പറഞ്ഞ കറിവേപ്പില വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ രീതിയിൽ, അപ്പോൾ അതേസമയം തന്നെ ഇതോടൊപ്പം ഒരു കറിവേപ്പില കേരളത്തിലെ 60 ലക്ഷം ഹോൾഡിങ്സിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു കറിവേപ്പില മരം നടാൻ കേരളത്തിൽ 60 ലക്ഷം അഗ്രികൾച്ചർ ഹോൾഡിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ 60 ലക്ഷം ഹോൾഡിങ്ങിൽ 40 ലക്ഷം ഹോൾഡിങ്ങിൽ ഒരു മരം ഉണ്ടാവും, ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പയിൻസും വരണം. ഇത് വെറും കൃഷിക്കാരുടെ മാത്രം ഒരു പ്രസ്ഥാനമാരുത്. നല്ല ആഹാരം, വിഷരഹിത ആഹാരം കഴിക്കാൻ താല്പര്യമുള്ള ആളുകളെല്ലാം ഇതിൽ പങ്കാളികളാകണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ മാസ് അവയർനെസ് നമുക്കുണ്ടാകണം. അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനമാക്കി ഇതിനെ വളർത്തണം എന്നാണ് എൻ്റെ എളിയ. ശ്രീ ബിജുമാത്യു, ഇതിനകത്ത് ഈ ഇപ്പം നമ്മൾ ഇലവർഗ്ഗങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ പച്ചക്കറികളിൽ ഈ വിഷാംശം കൂടുതലുള്ളതും കുറവ് ഉള്ളതും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വേർതിരിച്ച് പറയാൻ? തീർച്ചയായിട്ടും. ഞാനിത് നേരത്തെ പറഞ്ഞ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു വർക്ക് തന്നെ ഇതാണ്. ഈ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ വിറ്റഴിയുന്ന പച്ചക്കറികളുടെ ഇനങ്ങൾ നോക്കി ഏതാണ്ട് 60 ഇനമുണ്ട്. ഈ 60 ഇനത്തെ ഓരോ മാസവും ഞങ്ങൾ ശേഖരിക്കുന്ന 200ഓളം സാമ്പിളുകളുടെ ടെസ്റ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി 3ആയിട്ട് തിരിക്കുന്നു. അതായത് ഇതിനെല്ലാം ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഉൽപ്പന്നത്തിലും ഓരോ കീടനാശിനിയും പരമാവധി എത്ര PPB, ഒരു PPB എന്ന് പറയുന്നത് 100 കോടിയിലൊരു അംശമാണ്. അത്രയ്ക്ക് ലഘുവായ അംശമാണെങ്കിൽ പോലും അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കടന്നിട്ടുള്ളത്, അപകട സാധ്യതയുള്ള അളവിൽ കണ്ടെത്തിയത്, അപകട സാധ്യത കുറവാണെങ്കിലും കീടനാശിനി സാന്നിധ്യമുള്ളത്, ഒട്ടും കീടനാശിനി ഇല്ലാതെ പൂർണ്ണമായ വിഷരഹിതം, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ള പട്ടിക ഈ സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതാത് മാസങ്ങളിൽ തന്നെ പത്രമാധ്യമങ്ങളിൽ കൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്ര കാലത്തിനിടയ്ക്കുള്ള ഈ ടെസ്റ്റ് റിപ്പോർട്ടാണ് ഇത്? 2013 ജനുവരി 1-ാം തീയതി തുടങ്ങി ഇപ്പോൾ 3 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 4ാമത്തെ ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്. അത് ഏത് സൈറ്റ് വഴി? ആ സൈറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും. കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ് പോർട്ടൽ kerala.gov.in, ഈ വെബ്സൈറ്റിൽ കയറി kerala.gov.in എന്നിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആ വെബ്സൈറ്റിൽ വരുന്നതിൻ്റെ 2 ദിവസത്തിനകത്ത് ഇത് മുഴുവൻ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും, മലയാളം, ഇംഗ്ലീഷ് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വരാറുണ്ട്. കഴിഞ്ഞ 3 റിപ്പോർട്ട് അങ്ങനെയാണ്. പക്ഷേ പിന്നെ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഈ വെബ്സൈറ്റ് നോക്കിയിട്ടും വേണമെങ്കിലും ഏത് ഭക്ഷണം. അപ്പം ഞാൻ പറഞ്ഞ ആ പട്ടിക തിരിച്ചതിൽ ഞങ്ങൾ അതിനൊരു 3 കളർ കോഡ് തന്നെ കൊടുത്തു. അപകട സാധ്യതയുള്ള അളവിൽ കാണുന്നതിന് ചുവപ്പ് നിറം കൊടുത്തു. ആ ചുവപ്പ് നിറത്തിൽ കാണുന്ന പച്ചക്കറികളുടെ ഇനം ഈ ഓരോ റിപ്പോർട്ടിനും അല്പം വ്യത്യാസം വരുന്നതായിട്ട് കണ്ടത്. പക്ഷേ ഒരിക്കലും മാറ്റം വരാതെ ഇരുന്നിട്ടുള്ളതാണ് ഈ കറിവേപ്പില, മല്ലിയില, പുതിനയില, പച്ചമുളക്, സാമ്പാർ മുളക് എന്ന് പറഞ്ഞാൽ അല്പം വലിപ്പമുള്ള മുളക്, വലിയ മുളക്, പിന്നെ ബജ്ജി മുളക്, ക്യാപ്സിക്കം, അതായത് മുളകിൻ്റെ എല്ലാ ഇനങ്ങളും. അത് കഴിഞ്ഞ് മുളക് കഴിഞ്ഞ് പിന്നെയാണ് കോളിഫ്ലവർ വരുന്നത്, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ ചില ഇടയ്ക്കിടയ്ക്ക് വഴുതന, കത്തിരി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ബാക്കിയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം സുരക്ഷിതമാണ്. മരച്ചീനി മാത്രമല്ല, മറ്റേ ഉരുളക്കിഴങ്ങ്, ഉള്ളി, സവാള, പിന്നെ ബീൻസ്, അമരയ്ക്ക തുടങ്ങിയിട്ടുള്ള മറ്റ് സാധാരണ എന്ന് പറഞ്ഞാൽ അത്ര ഡിമാൻഡ് ഇല്ലാത്ത, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റത്തിൽ
പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാൻ വിട്ടു, ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വിഷാംശം കണ്ടെത്തിയത് പയറിലും ചീരയിലുമാണ്. ചുവപ്പ് ചീര. ഇപ്പോൾ ചുവപ്പ് ചീരയുടെ പ്രശ്നം ഇതാണ്, ചീരയുടെ ഇലയെ ബാധിക്കുന്ന ഒരു പുഴുവുണ്ട്. അപ്പോൾ ഈ പുഴുവിനെ നശിപ്പിക്കാൻ കീടനാശിനി 2-3-4 ദിവസത്തിലൊരിക്കൽ തളിച്ചേ മതിയാവൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ജൈവ കീടനാശിനി ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ളത് വന്നിട്ടുണ്ട് സാർ, വന്നുകൊണ്ടിരിക്കുന്നു. BTK, ബാസിലസ് തുറിഞ്ചിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സൂക്ഷ്മജീവി, അത് വളരെ ഫലപ്രദമാണ്. അതുപോലെ വളരെ സുരക്ഷിതമായ പച്ചക്കൊടികൾ, പച്ച ട്രയാങ്കിളിൽ വരുന്ന ചില കീടനാശിനികൾ, അതിൻ്റെ ആ പ്രചാരം, അതിൻ്റെ ആ ഉപയോഗം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പുഴുവിനെ നശിപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളൊരു ധാരണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ചുവപ്പ് ചീര 1-ാം സ്ഥാനത്ത്, വിഷാംശത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് കണ്ടെത്തിയത്. പക്ഷേ ഗൾഫിലേക്ക് എല്ലാ ദിവസവും നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് തന്നെ എയർലിഫ്റ്റ് ചെയ്ത് പോകുന്നതിലെ ഒരു പ്രധാന ഉൽപ്പന്നമാണ് ചുവപ്പ് ചീരയും പയറും. കാരണം നമ്മൾ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ചീരയും പയറും, പിന്നെ പച്ചമുളക്, കറിവേപ്പിലയൊക്കെ. ഇതേപോലെ തന്നെയാണ് കീടങ്ങളും. അപ്പോൾ കീടബാധ കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കീടനാശിനിയുടെ അംശവും അതിലുണ്ടാകും. ഈ ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ വളരെ താരതമ്യേന വളരെ കുറവാണ്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ട്യൂബേഴ്സ് എല്ലാം താരതമ്യേന വളരെ കുറവാണ്. മുളകാണ് ഞാൻ പറഞ്ഞത്. മുളകിൻ്റെ എല്ലാ ഇനങ്ങളും, ക്യാപ്സിക്കം ഒക്കെ നമ്മുടെ പുതിയ ഈ മോഡേൺ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡിനകത്തേക്ക് ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് ക്യാപ്സിക്കം. ആ ക്യാപ്സിക്കത്തിലെ വിഷാംശം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബർഗറും ഒക്കെ ഇഷ്ടപ്പെടുന്ന യുവതലമുറയ്ക്കൊക്കെ. നമുക്ക് ഈ ന്യായവില ഷാപ്പുകളുള്ള പോലെ ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഓർഗാനിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഷോപ്സ് ഒന്നും തുടങ്ങാൻ പറ്റില്ലേ? അല്ലെങ്കിൽ എങ്ങനെ കൺസ്യൂമറെ രക്ഷിക്കും? സാർ, ഇപ്പോൾ ഹോർട്ടികോർപ്പ് വളരെ നല്ലൊരു സംരംഭം തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ കൃഷിക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല കാർഷിക മുറ ശീലിക്കുന്ന സേഫ് ടു ഈറ്റ് ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഒരു ബ്രാൻഡ് പേര് കൊടുത്ത്, ഹോർട്ടികോർപ്പ് ഈ പഴവങ്ങാടിയിലുള്ള സ്റ്റോളിൽ ബ്രാൻഡ് അമൃതം എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പേര്, ഒരു ലോഗോയൊക്കെ കൊടുത്ത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയാണ് അതിൻ്റെ വിൽപ്പനയൊക്കെ ഉദ്ഘാടനം. എല്ലാ ജില്ലകളിലും സാധിച്ചില്ല, അതിനുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ഇതാണ് സാർ, ഇതിൻ്റെ ആ ട്രേസബിലിറ്റി, നമ്മുടെ മാർക്കറ്റിൽ കടയിൽ കിട്ടുന്ന ഉൽപ്പന്നം ആരുൽപ്പാദിപ്പിച്ചതാണ്, ഏത് കർഷകൻ ഉൽപ്പാദിപ്പിച്ചതാണെന്നുള്ള ട്രേസബിലിറ്റി ഉറപ്പാക്കണം. നമ്മുടെ പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ എല്ലാം പുറവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാച്ച് നമ്പർ കിട്ടും, ബാർകോഡ് കിട്ടും, എവിടെ എന്നുണ്ടാക്കിയതാണെന്ന് അറിയാം. ഇതേപോലെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നമുക്ക് ട്രേസബിൾ ആക്കാൻ സാധിക്കുമോ? യൂറോപ്യൻ യൂണിയനിലൊക്കെ ട്രേസബിലിറ്റി ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ജൈവ ഉൽപ്പന്നങ്ങൾക്ക്. ഒരു ജൈവ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഇത് ആരുണ്ടാക്കിയതാണെന്നുള്ള ആ ഉൽപ്പാദിപ്പിച്ച ആളിൻ്റെ കോൺടാക്ട് അഡ്രസ് അടക്കം പ്രിന്റ് ചെയ്താണിത്. തകരാറ് വന്നാൽ അവരുടെ മേൽ, അതാണ് സാർ, അത് കർശനമായ നിയമ സംവിധാനം ഉള്ള രാജ്യങ്ങളിൽ ഇത് ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഇവിടെയും ആ രീതിയിലുള്ള ചിന്തകളും അതിനുള്ള സംരംഭങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്രമാത്രം പ്രായോഗികമാകും അത്രമാത്രം പെട്ടെന്ന് നമുക്കിത്. ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറികളിലും മറ്റുമൊക്കെ എത്രത്തോളം ഈ വിഷാംശം വളരെ കൂടുതലല്ലേ? ആണ് സാർ, അത് തന്നെ ഞാൻ ആദ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതാണല്ലോ ഈ കറിവേപ്പില, കേരള, അതെ, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഔട്ട്സൈഡ് സ്റ്റേറ്റാണ്. നമ്മുടെ ഇവിടെ പച്ചമുളക് ഉൽപ്പാദനം വളരെ കുറവാണ്. പിന്നെ കോളിഫ്ലവർ നമ്മുടെ ഹൈ റേഞ്ചുകളിൽ ഇപ്പം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ വരുന്ന കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയൊക്കെ ബഹുഭൂരിപക്ഷവും പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്നിടത്തെ ആ സ്രോതസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കൂടുതൽ അറിയാൻ മാർഗമില്ല. ആകെ നടത്തുന്ന ഈ ഒരു പരിശോധനയിൽ കൂടെയുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ നമ്മൾ കാണുമല്ലോ ചില ഈ പച്ചക്കറി ഇനങ്ങളൊക്കെ നല്ല പ്രസരിപ്പോടുകൂടി അങ്ങനെ ഇരിക്കും അല്ലേ? ഈ ഉപഭോക്താക്കളെ നല്ലപോലെ ആകർഷിക്കും അല്ലേ? അത് വാങ്ങിപ്പോകും, പ്രത്യേകിച്ച് പയർവർഗ്ഗങ്ങളൊക്കെ തന്നെ. ഇത് ഒരു സംശയത്തിനിട ഉണ്ടാകുന്നുണ്ടല്ലേ? അല്ല, ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഡോക്ടർ, ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ ഉപഭോക്താക്കൾ വളരെ, അവർക്ക് ടൈം ഈസ് മണി, വളരെ ബിസി ആയിട്ടുള്ള ആളുകൾ. അതെ അതെ, അവർക്കിങ്ങനെ പച്ചക്കറി, അപ്പോൾ അവർക്ക് ഈ സേഫ് ഫുഡ് എവിടെ കിട്ടും? ഇപ്പോൾ സേഫ് ഫുഡ് കിട്ടാൻ, ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ടൗണിലാണ്. സേഫ് ഫുഡ് എവിടെ കിട്ടും? സേഫ് ഫുഡ് ഐഡൻറ്റിഫൈ ചെയ്യുക ഷോപ്സ് വേണം. അവിടെ സേഫ് ഫുഡ്, അവിടെയൊക്കെ ഇതിൻ്റെ കൃഷിക്കാരുടെ മാത്രം പോരാ, അവിടെയെല്ലാം നിയമവും കടന്നു ചെല്ലണം. അങ്ങനെയുള്ള സേഫ് ഫുഡ് സെൻറ്റേഴ്സ് വേണം. പിന്നെ സേഫ് ഫുഡ് ഫാംസ് ഇല്ല നമുക്ക്. ഇപ്പോൾ ഓർഗാനിക് ഫാം ആണ്ട് ഒരു ഫാം ഡിക്ലെയർ ചെയ്യാൻ അതിന് ബോർഡെല്ലാം വെച്ച് അതിന് റെക്കഗ്നിഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ സേഫ് ഫുഡിലേക്ക് ജനങ്ങളെ
ഉപഭോക്താക്കളെ നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സിസ്റ്റം നമ്മളുണ്ടാക്കണം. ഉൽപ്പാദന മേഖലയിൽ ഉണ്ടാകണം, സംഭരണ മേഖലയിൽ ഉണ്ടാകണം, ഉപഭോഗ മേഖലയിൽ ഉണ്ടാകണം. ഇത് മൂന്നും കൂടെ കൂട്ടിയിണക്കുമ്പോൾ അതിലൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം മറന്നു പോരുത്, ഉൽപ്പാദകനാണ് ഇതിൽ പ്രധാനപ്പെട്ട കണ്ണി. ഉപഭോക്താവ് എപ്പോഴും പേട്ടണാണ്. ഹി ക്യാൻ ബൈ ആൻഡ് ഹി കനോട്ട് ബൈ, ഹി ക്യാൻ ജസ്റ്റ് ത്രോ ഇറ്റ് ഔട്ട്. പക്ഷേ ഈ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയിൽ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ ആകർഷിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ നിന്ന് മറ്റേ കൃഷിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ആദായമേ യഥാർത്ഥത്തിൽ കിട്ടുള്ളൂ. അപ്പം ഈ മേഖല കണ്ടെത്തി ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ പൊതുപ്പണം ഇവിടെ കൂടുതൽ കൃഷിക്കാരനെ സഹായിക്കാൻ നിക്ഷേപിക്കണം. അല്ലെങ്കിൽ ആരും ചെയ്യില്ല. വിദ്യാഭ്യാസം നന്നാക്കുന്നതിന് ആദ്യം ചെയ്തത് എന്താണ്? അധ്യാപകരുടെ നില നന്നാക്കണം. അങ്ങനെ അധ്യാപകനാണ്. അതുകൊണ്ട് അങ്ങേക്കറിയാം, നല്ല അധ്യാപകരുണ്ടെങ്കിൽ നല്ല വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ നല്ല കൃഷിക്കാരുണ്ടാകണമെന്നുണ്ടെങ്കിൽ കൃഷിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്കൊരു മാന്യമായ ജീവിതവും മാന്യമായ ആദായമാണ്. അപ്പോൾ ഈ ജൈവ കൃഷിയിലേക്കുള്ള പ്രയാണത്തിൻ്റെ പാഠം ഒന്നെന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെയും മണ്ണിനെയും നന്നാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇത്രയും ധാരാളം ഈ വിഷാംശം കലർന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റ് വഴി നമ്മുടെ അടുക്കളയിൽ എത്തുന്നു. അപ്പോൾ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടമ്മയാണ് അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തേണ്ടത്. അപ്പോൾ വീട്ടമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? വീട്ടമ്മമാർക്ക് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയും? ഇത് പരിഹരിച്ച് എങ്ങനെ നമ്മുടെ തീൻമേശയിൽ എത്തിക്കാം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം, അല്ലേ? പ്ലീസ്. വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ലളിതമായ മാർഗ്ഗങ്ങളിൽ ഒന്നാണ് വിനാഗിരി ലായനി അല്ലെങ്കിൽ പുളി ലായനി. ഈ വിനാഗിരിയിലും പുളിയിലും വാങ്ങിക്കുന്ന എല്ലാ വാളൻപുളി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ എല്ലാം വേണ്ട. ഞാൻ പറഞ്ഞില്ല, വളരെ തെളിച്ച് പറയുന്ന വിഷം കലർന്നതായിട്ട് കണ്ട ബോധ്യപ്പെട്ട സാധനങ്ങൾ മാത്രം. പ്രത്യേകിച്ച് പച്ചമുളക്, ക്യാപ്സിക്കം, വെണ്ടയ്ക്ക, കോളിഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ ഇതളുകൾ അടർത്തിയിട്ട് അതൊരു 10 മിനിറ്റ്, പരമാവധി 15 മിനിറ്റ് മുക്കി വെച്ച ശേഷം 1-2 പ്രാവശ്യം കഴുകുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പയറും ഇത് തന്നെ, പയറും ചീരയും. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പയറും ചീരയുമാണ് വിഷാംശം കണ്ടെത്തിയത്. മറ്റുള്ളതൊക്കെ പ്രത്യേകിച്ച് വെള്ളരി, സലാഡ് വെള്ളരി, തക്കാളി, ഇതിലൊക്കെ വളരെ വളരെ കുറവാണ്. ഇതിനൊന്നും ഈ കഴുകൽ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ പ്രശ്നമുണ്ടെന്ന് തെളിഞ്ഞിട്ടുള്ള സാധനങ്ങൾ മാത്രം ഈ രീതിയിൽ ഒരു കഴുകൽ പ്രോസസ്സിൽ കൂടെ അതിനകത്ത് തങ്ങി നിൽക്കുന്ന വിഷത്തിൻ്റെ 90% മാറ്റാം. ബാക്കി പാചകം ചെയ്യുമ്പോൾ കുക്കിങ്ങിൽ കൂടെയും ബാക്കി എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മാറാൻ പറ്റും. പിന്നെ മുളകിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന വറ്റൽ മുളകിലും പുറത്തുനിന്ന് വരുന്ന അന്യസംസ്ഥാനത്ത് വരുന്ന വറ്റൽ മുളകിലും 3-4 വ്യത്യസ്ത കീടനാശിനികളാണ് കാണുന്നത്. അപ്പോൾ ഈ വറ്റൽ മുളകും കഴിയുമെങ്കിൽ കഴുകി മുറിച്ച് അതിനകത്തെ ജലാംശം മുഴുവൻ മാറുന്ന രീതിയിൽ നല്ലവണ്ണം വെയിലത്ത് ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ മുളക് പൊടി വഴി വാങ്ങിക്കുന്ന മുളക് പൊടിയേക്കാളിലും കുറേ കൂടെ സുരക്ഷിതമായിട്ട്, അങ്ങനെ ഒരു കൺസ്യൂമർ ലെവലിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ മുൻകരുതലുകളും, ആ മുൻകരുതലുകളിൽ കൂടെ കൂടുതൽ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ്. അപ്പോൾ ആരോഗ്യ കേരളം, സുന്ദര കേരളം ആകണമെന്നുണ്ടെങ്കിൽ വിഷരഹിത ഉൽപ്പന്നം തന്നെ നമുക്ക് ആവശ്യമാണ്. അതിനെല്ലാ മലയാളികളും ഒന്നിച്ച് ഏറെ അധ്വാനിച്ച് മണ്ണിനെ സ്നേഹിക്കുക, മണ്ണിനെ അതിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുക എന്ന് തുടക്കത്തിൽ ശ്രീ ഹേലി പറഞ്ഞ വാക്കുകളിലൂടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മികച്ച ഇനം ക്യാരറ്റ് പൂസ രുദ്ര വികസിപ്പിച്ചു. വിളവ് മെച്ചപ്പെടുത്താൻ സൂക്ഷ്മ മൂലകങ്ങൾ. ടെറസിൽ കൃഷി ചെയ്യാൻ അഗ്രി ഫൗണ്ട് ഡാർക്ക് റെഡ് സവാള. ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂസ രുദ്ര എന്ന മികച്ച ഇനം ക്യാരറ്റ് വികസിപ്പിച്ചു. ഇത് കേരളത്തിലെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ വിജയകരമായി കൃഷി ചെയ്യാവുന്നതാണ്. കൃഷിയുടെ പരീക്ഷണത്തിൽ ഹെക്ടറിൽ 400 ക്വിന്റലോളം വിളവ് നൽകി. നീളം കൂടുതലുള്ള പൂസ രുദ്ര ക്യാരറ്റ് നിലവിലുള്ള ഇനങ്ങളെക്കാൾ 37% അധിക വിളവാണ് രേഖപ്പെടുത്തിയത്.
കോട്ടയം ജില്ലയിലെ കടത്തുരുത്തി ബ്ലോക്കിൽ ക്ഷീരവികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന 2014-15 വാർഷിക പദ്ധതി പ്രകാരം തീറ്റപ്പുൽ കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് താൽപര്യമുള്ള കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിനാവശ്യമായ പുൽക്കടകൾ ബ്ലോക്കിലെ വിവിധ ക്ഷീരസംഘങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്. താൽപര്യമുള്ള ക്ഷീര കർഷകർ തൊട്ടടുത്തുള്ള ക്ഷീരോത്പാദക സംഘവുമായോ കടത്തുരുത്തി ക്ഷീരവികസന ഓഫീസുമായോ ബന്ധപ്പെട്ട് അപേക്ഷ നൽകേണ്ടതാണ്. ഉൽപാദനക്ഷമത കൂടിയ ഇനങ്ങൾ വ്യാപകമായും തുടർച്ചയായും കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ സസ്യമൂലകങ്ങളുടെ അളവ് ഗണ്യമായി കുറയും. ഈ മൂലക ശോഷണം വളപ്രയോഗത്തിലൂടെ നികത്തിക്കൊടുത്താൽ മാത്രമേ മികച്ച ഉൽപാദനക്ഷമത നിലനിർത്താനാകുകയുള്ളൂ. സിങ്ക്, അയൺ, കോപ്പർ, ബോറോൺ, അയഡിൻ, മാംഗനീസ്, മോളിബ്ഡിനം തുടങ്ങിയ സൂക്ഷ്മ മൂലകങ്ങൾ ചെടിയുടെ മികച്ച വിളവിനും വളർച്ചയ്ക്കും നിർണായക പങ്കാണ് വഹിക്കുന്നത്. ജൈവവള ലഭ്യത കുറയുകയും രാസവളങ്ങൾ അധികമായി ഉപയോഗിക്കുകയും ചെയ്തതോടെ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് മണ്ണിൽ ഗണ്യമായി കുറഞ്ഞു. സാധാരണ കൃഷിയിൽ പൊതു ശുപാർശ എന്ന നിലയിൽ ഏക്കറിന് 2 കിലോ സൂക്ഷ്മ മൂലക മിശ്രിതം നൽകുക. മണ്ണ് പരിശോധന നടത്തി വേണ്ടത്ര തോതിൽ വളങ്ങൾ ചേർത്ത് വളക്കൂറ് മെച്ചപ്പെടുത്താവുന്നതാണ്. കന്നുകാലികൾക്ക് ചൂടുകാലത്ത് ചെന പിടിക്കണമെങ്കിൽ ഇനി പറയുന്ന പരിചരണ മുറകൾ ആവശ്യമാണ്. തൊഴുത്തിലെ ചൂട് ക്രമീകരിക്കുക. തണുത്ത വെള്ളം കുടിക്കാൻ നൽകണം. പകൽ സമയം പശുക്കളെ തണലും വായു സഞ്ചാരവുമുള്ള സ്ഥലത്ത് കെട്ടിയിടണം. ചൂടുകാലത്ത് ബീജസങ്കലനം നൽകാൻ കന്നുകാലികളെ കൂടുതൽ ദൂരം നടത്തുകയോ അധികം വെയിൽ കൊള്ളിക്കുകയോ ചെയ്യരുത്. പകൽ 2-3 തവണ കുളിപ്പിക്കണം. നാര് കൂടുതലുള്ള തീറ്റ നൽകിയാൽ ശരീര താപനില വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈക്കോലിന്റെ അളവ് കുറയ്ക്കുകയും കാലിത്തീറ്റയും പച്ചിലകളും പുല്ലും കൂടുതലായി നൽകുകയും വേണം. ധാതു ലവണങ്ങളും ജീവകങ്ങളും അടങ്ങിയ മിശ്രിതം തീറ്റയിൽ ഉൾപ്പെടുത്തുക. വാഴയിലെ കുരുനിലകൾ മുരടിക്കുന്നത് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാകാമെന്ന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചുവട്ടിൽ ചേർക്കുന്നതിലൂടെയോ ഇത് പരിഹരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0494268760. കേരളത്തിൽ ഉള്ളി കൃഷി വിജയകരമായി നടപ്പാക്കാമെന്ന് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ കൃഷിയിട പരീക്ഷണം വെളിപ്പെടുത്തി. കൊച്ചി വെണ്ണലയിലെ ഉള്ളി കൃഷി ചെയ്ത പരീക്ഷണത്തോട്ടത്തിലെ വിളവ് 5 സെന്റിൽ നിന്ന് 2.5 ക്വിന്റലായിരുന്നു. അഗ്രിഫോൺ ഡാർക്ക് റെഡ് എന്ന സവാള ഇനമാണ് കൃഷി ചെയ്തത്. 95 ദിവസം മുതൽ 110 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന ഇനമാണിത്. കേരളത്തിലെ അടുക്കള തോട്ടങ്ങളിലും ടെറസുകളിലും സവാള കൃഷി ചെയ്യാമെന്ന് കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0484227720 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 15,700, വെളിച്ചെണ്ണ കോഴിക്കോട് 16,200, വെളിച്ചെണ്ണ തൃശൂർ 15,600, കൊപ്ര കൊച്ചി 11,000, കൊപ്ര കോഴിക്കോട് 10,700, കൊപ്ര തൃശൂർ 10,560, കുരുമുളക് അൺഗാർബിൾഡ് 71,000, കുരുമുളക് ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 34,500, ചുക്ക് ബസ്റ്റ് 36,000, മഞ്ഞൾ സേലം 7,400, മഞ്ഞൾ ഈറോഡ് 8,100, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,600, റബ്ബർ RSS 4 ഗ്രേഡ് 15,000, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,600, റബ്ബർ RSS 4 ഗ്രേഡ് 15,000. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 15,700, ജൂൺ അവധി 14,905, ജൂലൈ അവധി 14,200, കൊപ്ര 11,000, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,650, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 71,000, കുരുമുളക് ഗാർബിൾഡ് 73,000, ചുക്ക് മീഡിയം 34,500, ചുക്ക് ബസ്റ്റ് 36,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 275-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 475-നും 500-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 750-നും 900-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 950-നും 1,135-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 14,600, റബ്ബർ RSS 4 ഗ്രേഡ് 15,000, ഒട്ടുപാൽ 10,800, ലാറ്റക്സ് 11,800. കമ്പോള അവലോകനം.
ടയർ വ്യവസായികൾ വിപണിയിൽ സജീവമാണ്. മികച്ച ഇനം റബ്ബറിന് അവർ കിലോഗ്രാമിന് 151 രൂപ വരെ വാഗ്ദാനം ചെയ്തു. കൊച്ചി, കോട്ടയം വിപണികളിൽ ഇന്ന് ഷീറ്റ് കാര്യമായ തോതിൽ വിൽപ്പനയ്ക്കെത്തിയില്ല. 4ാം ഗ്രേഡ് റബ്ബർ 15,000 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് വീണ്ടും താഴ്ന്നു. കൊപ്രയുടെ ലഭ്യത ഉയർന്നതോടെ വെളിച്ചെണ്ണ വില 100 രൂപ കുറഞ്ഞ് 15,700 രൂപയായി. കൊപ്ര 11,000 രൂപയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കുരുമുളക് വ്യാപാരം സജീവമാണ്. എന്നാൽ വിദേശ ഓർഡറുകൾ ഇല്ലാത്ത കാരണം കയറ്റുമതിക്കാർ ചരക്ക് എടുക്കാൻ താൽപര്യം കാണിച്ചില്ല. ഗാർബിൾഡ് മുളക് 73,000 രൂപയിൽ വ്യാപാരം ആരംഭിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.1, 27.8. കൊച്ചി 34, 26. ആലപ്പുഴ 33.5, 27. പുനലൂർ 34.5, 23.6. തിരുവനന്തപുരം 34.1, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.